ഇസ്രായേലിന്റെ വമ്പിനെ ഇല്ലാതാക്കിയ 2023 ഒക്ടോബർ 7 ഹമാസ് അറ്റാക്കിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്ന് ഇസ്രായേൽ ജനത തന്നെ വിളിച്ചു പറയുന്നു. ഉത്തരവാദിത്തം നെതന്യാഹു ഏറ്റെടുക്കണമെന്നും രാജിവെക്കണമെന്നും പറയുകയാണ് ഇസ്രായേലിലെ ഭൂരിപക്ഷം മനുഷ്യരും. ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവേയിലാണ് ഇസ്രായേലികൾ മുക്കാൽ ഭാഗവും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെടുന്നത്. ഇസ്രായേലി വോയിസ് ഇൻഡെക്സ് എന്ന പൊതുജനാഭിപ്രായത്തിന്റെ ഫെബ്രുവരി മാസത്തെ സർവേയിലാണ് ഈ വെളിപ്പെടുത്തലുള്ളത്. 47% ഇസ്രായേലികളും നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതേസമയം 24.5% പേർ ഗസയിലെ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം നെതന്യാഹു സ്ഥാനമൊഴിയണമെന്ന് വിശ്വസിക്കുന്നു. പ്രതികരിച്ചവരിൽ 14.5% പേർ രാജിവെക്കാതെ തന്നെ അദ്ദേഹം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതുകൂടി ചേർത്താൽ ആകെ 90% ആളുകളും നെതന്യാഹുവിന് എതിരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആകെ 10% പേർ മാത്രമാണ് നെതന്യാഹു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ രാജിവെക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് ആവശ്യപ്പെടുന്നത്. മൊത്തത്തിൽ 72.5% പേർ നെതന്യാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം രാജിവെക്കണമെന്ന് വിശ്വസിക്കുന്നു. അതേസമയം 87% പേർ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള രാജി പരിഗണിക്കാതെ ഒക്ടോബർ 7 അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് വിശ്വസിക്കുന്നവരാണ്. നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന് ജൂതന്മാരിൽ 45% പേരും പറയുന്നു. രാജ്യത്തിൻ്റെ ഇടതുഭാഗത്തുള്ളവർ 83.5% പേരും മധ്യഭാഗത്തുള്ളവർ 69% പേരും നെതന്യാഹുവിൻ്റെ ഉടനടി രാജിയെ പിന്തുണക്കുന്നു. വലതുവശത്ത് 25.5% പേർ മാത്രമാണ് അഭിപ്രായം പറയുന്നത്. ഫെബ്രുവരി 25-നും 28-നും ഇടയിൽ ഹീബ്രു ഭാഷയിലും അറബിയിലും നടത്തിയ IDI സർവേയിൽ കൗണ്ടിയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇസ്രായേലികളിൽ 33% പേർ മാത്രമാണ്. രാജ്യത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നവർ 30% പേർ മാത്രമാണെന്നും സർവേ കണ്ടെത്തുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകണമെന്ന് പ്രതികരിച്ചവരിൽ 73% പേരും പറയുന്നു. ഗാസയിൽ നിന്ന് പിൻവാങ്ങൽ, എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് പകരമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ വേണമെന്നും രാജ്യത്തെ പൗരന്മാർ ആവശ്യപ്പെടുന്നു. നെതന്യാഹുവിൻ്റെ സ്വന്തം പാർട്ടിയിലെ 61.5% ആളുകൾക്കും ഇതേ അഭിപ്രായമാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഇസ്രായേലികൾ ഇത്തരമൊരു യുദ്ധവും സംഘർഷവും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പൗരന്മാർക്ക് വേണ്ടാത്ത യുദ്ധമാണ് നെതന്യാഹു തൻ്റെ വെറുപ്പ് മൂലം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ 120 അംഗ പാർലമെന്റിൽ നെതന്യാഹു അനുകൂല സഖ്യത്തിന് 48 സീറ്റുകൾ മാത്രമേ ലഭിക്കൂവെന്ന് ചാനൽ 12 നടത്തിയ ഒരു പോൾ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് IDIയുടെയും കണ്ടെത്തലുകൾ പുറത്തു വരുന്നത്. ഭരണം ലഭിക്കാൻ 61 സീറ്റുകൾ വേണ്ടപ്പോൾ നെതന്യാഹുവിൻ്റെ പാർട്ടി ഭൂരിപക്ഷം തികയ്ക്കാതെ പുറത്താകുമെന്നാണ് ചാനൽ 12 പോൾ പറയുന്നത്. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിൻ്റെയും ബന്ദികളെ മോചിപ്പിക്കുന്നതിൻ്റെയും ആദ്യഘട്ടം അവസാനിച്ചിട്ട് ദിവസങ്ങളായി. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്യണമെന്നതിനാൽ നെതന്യാഹു ഹമാസുമായുള്ള ചർച്ചകളെ പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്.